അമൃത എപ്പോഴും ഈ ആളുകളുടെ ഉപദേശങ്ങൾ നന്നായിട്ട് കാര്യമായിട്ടിരുന്ന് കേൾക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, ശരിക്കും തോന്നിയിട്ടുണ്ട്. ഭയങ്കര ജെന്യുവനായിട്ട് വല്ല ലിസണർ ആണെന്ന്. നേരെ മറിച്ച് ഇപ്പം അഭിരമയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ആളുകൾ ഉപദേശിക്കാനൊന്നും അധികം വന്നിട്ടുണ്ടായിരിക്കില്ല, ഉപദേശങ്ങൾ അധികം ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. ഉൾക്കൊള്ളാനൊക്കെ എനിക്ക് ഇഷ്ടം, പക്ഷെ വന്നിട്ടില്ല എങ്ങനെ എന്നെ ഉപദേശിക്കാനാകുന്ന നാട്ടുകാരുള്ളത്. ഞാനിപ്പോ എല്ലാ ഷോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുമാണ് താഴെ ഫുള്ള് ഉപദേശമായിരിക്കും, പക്ഷെ നല്ല രീതിയിലൊന്നും ആവാറില്ല അധികം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഉപദേശിക്കേണ്ട സാഹചര്യങ്ങൾ ദൈവം സഹായിച്ച് അധികം വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഓണപരിപാടികൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയില്ലേ, അഭിരാമി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടന്നാൽ മതി, ഒരു കൂട്ടൊക്കെ വേണ്ടേ, ഒരു മാംഗല്യം ഒക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കില്ലേ? ക്രിയേറ്റീവ് ആയിട്ട് മറുപടി പറയാറ്. ഇതിലൊന്നും ചേച്ചി കഴിച്ചതൊന്നും നിങ്ങൾക്ക് പോരെ എന്നുള്ളൊരു ചോദ്യം, ചില സത്യസന്ധമായ നിമിഷങ്ങളിൽ ഞാൻ അതിലേക്ക് കടക്കുന്നു തന്നെയില്ല. ഞാൻ ചോദിക്കുന്നത് ഒരാളോ അങ്ങനെ വന്നിട്ട് പറയാണ്, അല്ല കുട്ടി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ, അങ്ങനെയൊക്കെ വേണ്ടേ? എനിക്ക് ഈ പറഞ്ഞ പോലെ ആരും ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കും വിഷമം തോന്നണ മറുപടി ഒന്നും പറഞ്ഞു അങ്ങനത്തെ ആ പരിപാടി ഒന്നുമില്ല. ഉറപ്പായിട്ടും എന്നെ അടുത്ത മാസം എന്നൊക്കെ വേണേ പറഞ്ഞ് വിളിക്കാട്ടോ, ശരിയെന്നാ അവിടെ നിന്ന് വേഗം സ്കിപ്പാവാം. നമ്മൾ അതാണ് നോക്കേണ്ടത്. കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കല്യാണ ടോപ്പിക്കിൽ നമ്മൾ പെട്ടു മറുപടിയാവില്ല. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ എല്ലായിടത്തും പറയണ കാര്യം, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്ത് ഭയങ്കര ഒരു പേടി. എനിക്ക് പ്രേതങ്ങളെ പേടിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടം. അത്രേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു മെനക്ക് തീരണമല്ലോ, നല്ല രീതിക്ക് അത് പോണം. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ചില എക്സ്പീരിയൻസിലും എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. പിന്നെ ഐ വോണ്ട് മേക്ക് എ ലോട്ട് ഓഫ് മണി. നെക്സ്റ്റ് ടൈം ഇങ്ങനെ വരുമ്പോ എല്ലാവർക്കും എന്താന്ന് വെച്ച് വാങ്ങ, അങ്ങനത്തെ അടുത്ത ഓണത്തിന് വേണം അത്ര വേഗം ഇരിക്കട്ടെ. ചേച്ചി പിന്നെ മാനിഫെസ്റ്റേഷന്റെ ആളാട്ടോ, ചിലപ്പോ അടുത്ത ഓണത്തിന് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞു. എന്താ ഈ മാനിഫെസ്റ്റേഷൻ? എല്ലാവരും ഇപ്പൊ പറയുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കുക, എന്നിട്ട് പുസ്തകത്തിലും അത് 3 വട്ടം ചേച്ചി കാലത്തിന് മുമ്പേ സഞ്ചരിച്ചാളാ, മറ്റേ മെഡിറ്റേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് 11 വരുമ്പോ അത് ഓർത്ത് വെക്കുക, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ പറയുന്നു. ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നു. ഇങ്ങനെയല്ല, എങ്ങനെയാണ് ഇവിടെ മനുഷ്യന്മാരെ ബേസിക്കലി നമ്മള് ഒരു കാര്യത്തിനെ നമ്മളത് നടന്നു എന്ന് സങ്കല്പിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഓരോരുത്തരും ഓരോ രീതിയാണ് ചൂസ് ചെയ്യുക. ചിലവര് ഈ പറഞ്ഞ ധ്യാനിക്കും, ചിലവർ എഴുതും, ചിലവര് അങ്ങനെ ഇമാജിൻ ചെയ്ത് ബിഹേവ് ചെയ്യും. ചില ആളുകൾ വളരെ വിയേർഡായിട്ടുള്ള രീതികളിൽ കൂടെ അതിലേക്ക്, അങ്ങനെ ഓരോരുത്തർക്ക് പറ്റുന്ന രീതി. അപ്പൊ അമൃത ഇങ്ങനെ സ്വയം വിചാരിച്ചത്, അമൃത പാടുന്നു, തൊട്ടപ്പുറത്ത് റഹ്മാൻ പിയാനോയിൽ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആലോചിച്ചു. പിന്നെ ഞാൻ എന്തൊക്കെ എന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ, ഏതൊക്കെ ഫ്രെയിമിൽ എനിക്ക് കണ്ടിട്ടുണ്ടോ, എനിക്ക് ഫോട്ടോ അടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ലാസ്റ്റ് സാറിന്റെ ഷോയില് ഒരു റാമ്പിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്ന എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫ്, അത് എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടി. ഞാൻ ആ ഫോട്ടോ തരാം, അപ്പൊ കാണിക്കുകയാണെങ്കിൽ എടുത്ത് കാണിക്കാം. ആ ഫോട്ടോ നടന്ന പോലെ ഒരു ഫോട്ടോ തന്നെ എനിക്ക് കിട്ടി. സോ അപ്പൊ അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇനിയും മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? അതായത് അമ്മയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോ കൊളാബ് ചെയ്തിട്ടുള്ളത് AR റഹ്മാൻ. അതായത് നമുക്ക് നമ്മുടെ ഹാൻസം ഷൂട്ട് ചെയ്തേ നമ്മുടെ ഒരു ചെറിയ കൈയുണ്ട്. യെസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നത് മാനിഫെസ്റ്റേഷനെ പറ്റിയൊക്കെ. ശേഷം അതിനൊക്കെ മുമ്പേ ബുക്കിൽ എഴുതി വെക്കുക, അതായത് അങ്ങനെ കുറെ ഗ്രേറ്റ്ഫുൾ അല്ല എന്തായാലും താങ്ക്സ് ഗിവിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് അതൊക്കെ പണ്ടേ എഴുതി കാണാം. അപ്പൊ ഞാൻ സ്കീം എന്താ, കാരണം ആ സമയത്ത് ഇത്രയൊന്നും ഇല്ല. ഇവരൊക്കെ ഗജനി കാരണം ഒരു ബോർഡ് ഉണ്ട്, ആ ബോർഡിൽ ഫുള്ള് വരച്ചു വെക്കണ അയ്യോ. അപ്പം പക്ഷെ പിന്നീട് അതിന് മറ്റേ എന്താ പറയാ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ പറയണ 2026 ഓരോ വർഷത്തിന് വേണ്ട ഒരു എന്തോ ബോർഡ്, വിഷൻ ബോർഡൊക്കെ കൾച്ചർ വരുന്നതിന് മുമ്പ് ഇറക്കിയ ആളായിരിക്കണേ വീട്ടിലിട്ടാ. ബട്ട് സീരിയസ്ലി അപ്പോ അത് ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, മേ ബി ഒരു 10 വർഷത്തിനകത്തൊക്കെ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയോടുകൂടെ വേണം പറയാൻ. അത് പറയുമ്പോ എന്താണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയൊക്കെ ആലോചിക്കോ,
അമൃത 2 കയ്യിൽ 2 ഗ്രാമി അവാർഡ്സ് പിടിച്ചു നിൽക്കുന്ന അത് എനിക്ക് എന്നെ കിട്ടിയ ഗ്രാമി ആണെന്നും കൂടെ നമ്മൾ പറയണം. വല്ലവരും ഗ്രാമി പിടിച്ചിട്ടുണ്ട്. വെരി കെയർഫുൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. ഒരെണ്ണം ലിറിസിസ്റ്റിനും ഒരെണ്ണം മറ്റേ വോക്കൽസിനും, അങ്ങനെ 2 ആങ്കറിന് പിടിച്ചിരിക്കണോ ഞാൻ? ഗ്രാമി വെച്ച് തലക്കടിക്കപ്പെട്ട ശരിക്കും എല്ലാവരുടെയും രീതികൾ ഈ പറഞ്ഞ പോലെ വ്യത്യാസമുള്ളതാ. അപ്പം ഞാൻ വിഷ്വലൈസ് ചെയ്യും ഭയങ്കരമായിട്ട്. അതിനകത്ത് പ്യുവർ ക്ലാരിറ്റിയോടുകൂടെ എവിടെയൊക്കെയാണോ എന്റെ ക്ലാരിറ്റി ഇല്ലാണ്ട് പോയിട്ടുണ്ട് അവിടെയൊക്കെ എനിക്ക് പാടിയിട്ടുണ്ട്. അല്ല അത് മറ്റേ മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്താൽ പോലെ പണിയെടുക്കണല്ലോ അതിന്. ഓട്ടോമാറ്റിക്കലി പണിയെടുത്തു പോകും. അല്ലെങ്കിൽ പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്ന് യൂണിവേഴ്സ് വിൽ കോൺസ്പയർ എന്ന് പറയുന്ന മാതിരി പണിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ എങ്ങനെ നയിക്കും. അത് മറ്റേ അടുത്ത ടോപ്പിക്കിലേക്ക് ഞങ്ങൾ കേട്ടെ, പാപ്പുമായിട്ടുള്ള സംസാരങ്ങൾ. അതിപ്പോ ഏത് ലെവലിലൊക്കെ ഒരു തർക്കമൊക്കെ, ഈ അമ്മയും മക്കളും ഒരു തർക്കമൊക്കെ ഉണ്ടാവും. ആ ലെവലിലേക്കൊന്നും ഒരിക്കലും എത്തിയിട്ടില്ല. അത് അമൃത സുരേഷ് അത് മനസ്സിലാക്കി താന്നു കൊടുക്കുന്നതുകൊണ്ടാണോ? കഴിയുന്നതും ഇവര് അബിയും പാപ്പും ഒരേ പ്രായക്കാരെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളാണ്. പിന്നെ ഞാനൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്കും. അപ്പൊ അവൾക്ക് കുറച്ചും കൂടെ അവളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും അവളുമായിട്ടൊക്കെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും സീക്രട്സും ഒക്കെ എൻ്റെ അടുത്ത് ആ ഒരു മൂഡിലാ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഏജില് അമ്മയടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വഴക്കിന്റെ 1% പോലും ആ കൊച്ച് വെരി നൈസ് ചൈൽഡ്. നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവളുടെ കാര്യം നോക്കി നടന്നോളും. ഷീ ഹാസ് എ ബാസ്കറ്റ് ബോൾ. അതിങ്ങനെ വീടിൻ്റെ അകത്ത് ബാസ്കറ്റ് ബോൾ ഡ്രിബിൾ ചെയ്ത് ഇങ്ങനെ നടക്കും. എന്തെങ്കിലും നമ്മൾ വിളിച്ചാൽ നല്ലൊരു മോളല്ലേ, തുപ്പട്ട പാവം കൊച്ച. എങ്ങനെയാണ് എന്തൊക്കെയാ കൊടുക്കുന്ന ഉപദേശങ്ങള്? ഒന്നും അവളങ്ങോട്ട് ഉപദേശിക്കാറ് അങ്ങനെയൊന്നുമില്ല. ചേച്ചി ചില കാര്യങ്ങള് അല്ല, യു ടെൽ ഹർ ലൈക്ക് വയസ്സിന് മൊത്തവരെ ബഹുമാനിക്കണം. ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ഒരു നല്ല സ്കൂളിങ് പാപ്പുന് കിട്ടിയിട്ടുണ്ട് കൊച്ചില്, അച്ഛയുടെയും അമ്മയുടെയും കയ്യിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ബേസിക്സിനോ കോർ വാല്യൂസിനോ ഒന്നും ഞങ്ങൾക്ക് പണിയെടുക്കേണ്ട വന്നിട്ടില്ല. അതൊക്കെ അപ്പാപ്പനും അമ്മമ്മയും നല്ല രീതിയിൽ ആ ഒരു സമയത്ത് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ മോൾക്ക് അതുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു സ്കൂൾ കാര്യങ്ങളോ അതിലൊക്കെ ഉള്ള ഒരു കോഷ്യസ് അഡ്വൈസസ് ഒക്കെ മാത്രമേ ഉള്ളൂ. സ്കൂൾ കുട്ടികൾ അത് ഇത് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ചേച്ചി പിന്നെ മറ്റേ എന്താണെങ്കിലും ഓണസ്റ്റ് ആയിരിക്കുക, അത് മാത്രമാണ് അവിടുത്തെ പപ്പുമായിട്ടുള്ള ഒരു റൂള് അല്ലേ. എന്ത് യു ക്യാൻ ഡു വട്ട് എവർ യു വോണ്ട്, പക്ഷെ അമ്മ അടുത്ത് പറയണം. അതാണ് അവിടുത്തെ. അത് അവൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. മാത്രമുള്ള ഡേഞ്ചറസ് നൊട്ടോറിയസ് കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഈ പാപ്പുവിന്റെ ഗ്രാൻഡ്മായുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എപ്പോ കാണുമ്പോഴും ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളായിട്ടാണ് കണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോസിലും അവർ കുറേ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഓണസദ്യ എല്ലാം ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ദിവസം പട്ടീനെ ഡോഗ് വാക്ക് ചെയ്യുന്ന ഒരു ആള് വീട്ടിൽ വരും. അയാൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തരാം. അതേ ഞാൻ നോക്കിയപ്പോ അമ്മ ഫാൻ ക്ലീൻ ചെയ്യണു. മാഡം നോക്ക്, അതേ ലാഡർ ഇട്ടിട്ട്. ലൈക്ക് അമ്മയ്ക്ക് അങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിങ്ങനെ കുറെ പണിയെടുക്കുന്നത് ശരിക്കും ഇപ്പൊ കുറെ ബാക്ക്ലാഷസും വരാറുണ്ടല്ലോ പലപ്പോഴും. അപ്പൊ ഇത് കോപ്പപ്പ് ചെയ്യാൻ അമ്മ എപ്പോഴെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടോ അങ്ങനെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് അങ്ങനെ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടാണ് അവർ എപ്പോഴും ഇത്ര അധികം എൻഗേജ്ഡ് ആയിട്ടിരിക്കണം? അങ്ങനെ ഇൻ ജനറൽ അമ്മക്ക് പൊതുവെ വൃത്തിയും കുറച്ച് കൂടുതലുള്ള ഒരാളാണ്. പിന്നെ അമ്മേനെ കുറച്ച് എൻഗേജ്ഡ് ആക്കി വെക്കും. അച്ഛനും കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കല്ലേ. അപ്പം നമ്മളുടെ അടുത്ത് ഇപ്പൊ പഴയ ജനറേഷനിലെ ആൾക്കാര് നമ്മുടെ അടുത്ത് ഓണസ്റ്റ്ലി ചിലപ്പോൾ പല കാര്യങ്ങളും പറയില്ല. ചിലപ്പോൾ അമ്മയുടെ കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കും അത്. അതായത് ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞൊന്നും ആലോചിക്കാൻ അതായിരിക്കാം. പക്ഷെ അമ്മ അങ്ങനെ ഓണസ്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ബിക്കോസ് നമ്മളെല്ലാരും വീട്ടിലും ഞങ്ങൾ സ്ട്രോങ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ടീംസ് ആണ്. ആരും പതറരുത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആയിരിക്കും കാര്യം. പക്ഷെ അങ്ങനെ ഒന്നും പ്രത്യക്ഷത്തിൽ പറയാറില്ല.